നമസ്കാരം. നമുക്കൊരു തൊഴിൽ സമരം നടന്നുകൊണ്ടിരിക്കുകയല്ലോ. ആരും ഭരണാധികാരികൾ കൃത്യമായിട്ട് ഇടപെടലുകൾ നടത്താത്തതുകൊണ്ടാണ് ഈ നമ്മുടെ നേഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ കഴിയാതിരിക്കുന്നത്. ശക്തമായിട്ടുള്ള ഇടപെടൽ വേണം ശരിക്കും യഥാർത്ഥത്തിൽ. എന്താണ് നേഴ്സുമാര് ദിവസങ്ങളോളമായി ജൂബിലി മിഷൻ ഹോസ്പിറ്റലും കടന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുക. പെരുവെയിലത്തും പെരുമഴയിലുമാണ് സമരം നടത്തുന്നത്. ഇതിനൊരു പരിഹാരം വേണ്ട, അല്ലെങ്കിൽ ഒരു അന്ത്യം വേണ്ടേ? വസ്തുതകൾ നമ്മൾ വിലയിരുത്തണ്ടേ? യഥാർത്ഥത്തിൽ തൊഴിൽ സമരങ്ങളെ, എല്ലാ സമരങ്ങളെയും ജാതി മത അതേപോലെ തന്നെ സംഘടനകളൊക്കെ നടത്തുന്ന ആശുപത്രികളിലായാലും തൊഴിൽ സ്ഥാപനങ്ങളിലായാലും പണിയെടുക്കുന്നവർക്ക് കൂലി കറക്റ്റായിട്ട് കൊടുക്കുന്നില്ല. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അടിയന്തരമായിട്ട് പ്രശ്ന പരിഹാരം ഉണ്ടാവണം. നേഴ്സ് സമരം അടിയന്തര പരിഹാരം ഉണ്ടാക്കൽ തന്നെയാണ് ഏറ്റവും നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം. നമ്മളെ തന്നെ അമ്മമാരും നമ്മുടെയൊക്കെ തന്നെ പെങ്ങന്മാരും നമ്മുടെയൊക്കെ തന്നെ സഹോദരിമാരും ഒക്കെ തന്നെയാണ് ഈ സമരം നടത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ഭാര്യമാരായിക്കോട്ടെ ആര് വേണമെങ്കിലും ആയിക്കോട്ടെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു പരിഹാരം അത്യാവശ്യമാണ്. പക്ഷെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? സാധാരണ ഒരു തുണിക്കടയിൽ പോയി നിന്നാൽ പോലും, ഒരു വിദ്യാഭ്യാസം ഇല്ലാതെ ഒരു തുണിക്കടയിൽ പോയി നിന്നാൽ പോലും ഇന്നത്തെ കാലത്ത് ഒരു 15,000 20,000 രൂപ ESI PF എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തോണ്ടിരിക്കണേ. പക്ഷെ 4 വർഷം BSc നഴ്സിങ്ങോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഒരു 10-15 വർഷം ബിരുദവും ബിരുദാനന്ദ ബിരുദമൊക്കെ എടുത്ത് പഠിച്ച് അതിൽ വൈദഗ്ധ്യമുള്ള ഒരു കാര്യം ചെയ്തു വരുമ്പോ അതിനൊന്നും കൂലിയില്ല എന്ന് പറഞ്ഞ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് ചൂഷണം ചെയ്യാണ്. കുറെ കാലം മുമ്പ് വരെ 10,000 രൂപയാണ് അവര് ശമ്പളം കൊടുക്കണം, നേഴ്സുമാർക്ക് ശമ്പളം കൊടുക്കണം. അല്ലെങ്കിൽ ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശമ്പളം അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥയില്, ഏത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്ന രീതിയിൽ വേണ്ടി വരെങ്കിൽ അവർക്ക് സാധാരണ നേഴ്സുമാർക്കും മറ്റുള്ള കാര്യങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയണത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ രീതിയിലും ചൂഷണത്തിന് വിധേയമാവണേ. BSc കഴിഞ്ഞ നേഴ്സിംഗും അതേപോലെ ജനറൽ നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞ കുട്ടികൾക്ക് പരമാവധി വേതനം കൊടുക്കണം. 50,000 രൂപയിൽ ഏറ്റവും ചുരുക്കി കൊടുക്കണം. എന്തുകൊണ്ടാണ് പറയാൻ കാരണം, അവര് ഏറ്റവും പ്രാകൃതമായിട്ടുള്ള പണികൾ എടുത്തു. മലമൂത്ര വിസർജനങ്ങളെല്ലാം തന്നെ ഒരു രോഗിയുടെ കിടപ്പ് രോഗികളിലൊക്കെ തന്നെ അവര് നീക്കം ചെയ്യേണ്ട അവസ്ഥയാണ്. അത്ര മോശപ്പെട്ട പണിയാണ് ചെയ്യുന്നത്. എന്നാൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലുള്ള CEO എന്നുള്ള രീതിയിൽ അവർക്ക് കൊടുക്കുന്നത് വേതനം എന്ന് പറഞ്ഞാൽ 5 ലക്ഷം രൂപ വരെ എന്നാണെന്ന് പറയണത്. അത് അഡ്മിനിസ്ട്രേറ്റീവ് വിഭാഗത്തിലൊക്കെ തന്നെ വളരെ വലിയ വേതനം. എന്നിട്ട് ഒരു ഇതില്ല എന്നാണ്. അപ്പൊ ഞാൻ ചുരുക്കി പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വലിയ ആശുപത്രിയും ചെറിയ ആശുപത്രിയും എന്ന രീതിയിൽ 2 കാറ്റഗറി ഉണ്ടാക്കണം. വലിയ ആശുപത്രിയിൽ മുടിഞ്ഞ പണിയാണ്, വലിയ പണിയെടുക്കണം നമ്മളെല്ലാവരും തന്നെ അവിടുത്തെ ജോലിക്കാര്. അപ്പൊ അവർക്ക് വേതനം കൂട്ടി കൊടുക്കാനുള്ള ഒരു സംവിധാനം. ചെറിയ ആശുപത്രികൾ എന്ന് പറഞ്ഞാൽ അതിനെ പരിരക്ഷിക്കണം. അപ്പൊ വേണമെങ്കിൽ കുറച്ച് അവിടെ അധ്വാനഭാരം കുറവാണ്. അപ്പൊ അതിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ശമ്പളം കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഏകീകൃത ശമ്പള പരിഷ്കരണം അല്ല നമുക്ക് ആവശ്യം. പണിയെടുക്കുന്നതിനനുസരിച്ച് കൂലി കൊടുക്കാവുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ ഇതില് പ്രത്യക്ഷത്തിൽ ചൂഷണം ചെയ്യണ യഥാർത്ഥത്തിൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് 10,000 കണക്കിന് തൊഴിലാളികളുള്ള ആ സ്ഥാപനത്തില് വളരെ പ്രത്യക്ഷത്തിൽ ചൂഷണം ചെയ്യണ്. ലാഭം മൊത്തം അവരെടുക്കുക. എന്നിട്ട് എന്താണ്, യാതൊരു തത്വദീക്ഷയില്ലാത്ത രീതിയിലുള്ള കൂലി കൊടുക്കാത്ത ഒരു അവസ്ഥയിലേക്ക് മുന്നോട്ട് പോകുന്നു പറഞ്ഞാൽ, ഞാൻ ചോദിക്കട്ടെ, ഒരു രോഗി ഒരു പനി പിടിച്ച് ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ, സാധാരണ ഒരു ആശുപത്രി പോയി കഴിഞ്ഞാൽ 1000 രൂപയെങ്കിലും അവർ മേടിച്ചെടുക്കും ഒരു ആശുപത്രി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു ചെറിയൊരു പനി, ആ പനി പിടിച്ചാൽ പോലും എല്ലാവിധ ചികിത്സയും അതേപോലെ എല്ലാവിധ പരിശോധനകളും നടത്തി ബ്ലഡ് അടങ്ങിയ സകലവിധ സാധനം പരിശോധിച്ച് അവര് 10,000 2,000 രൂപ താഴെ മേടിച്ചെടുക്കുന്ന ഒരു അവസ്ഥയാണത്. ഇങ്ങനത്തെ ഒരു ആശുപത്രിയാണ് ശരി, ഒരു കച്ചവടമാണ്. ഒരു മിഷൻ പ്രവർത്തനം അല്ല നടക്കുന്ന ആശുപത്രികളിലൊക്കെ തന്നെ. എല്ലാം മിഷൻ എന്നുള്ള രീതിയിൽ ജൂബിലി മിഷൻ ഹോസ്പിറ്റല്, ധന്യ മിഷൻ ഹോസ്പിറ്റല്, സെന്റ് ജെയിംസ് മിഷൻ ഹോസ്പിറ്റല്, ഇങ്ങനെ എഴുതി ഇങ്ങനെ വെച്ച് ഭൂഷണങ്ങാട്. നിങ്ങളൊന്ന് ആലോചിക്കും, ഒരു മിഷൻ പ്രവർത്തനവും ഇല്ല. കൊള്ള തന്നെയാണ് നടക്കുന്നത്. സാധാരണക്കാർക്ക് ആശുപത്രിയിൽ ചെല്ലാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. അപ്പൊ ഞാൻ ശിവദാസ് നന്ദിയായിട്ട് സോഷ്യൽ സെക്യൂരിറ്റി ഫോർ ദ നേഷൻ എന്ന് പറയുന്ന സംഘടനയിൽ വർക്കുന്നത്. കൂലി എടുക്കുന്നവർക്ക്, പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുക്കാം. അതില് സഭ ആയിക്കോട്ടെ, ഇനി ഹിന്ദുക്കൾ നടത്തുന്ന ആശുപത്രി ആയിക്കോട്ടെ, ഏത് ആശുപത്രി ആയിക്കോട്ടെ, കൂലി കൊടുക്കാനുള്ള ഒരു മര്യാദ നിങ്ങൾ കാണിക്കണം. നിങ്ങൾ സമ്പാദിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ വൻ ആശുപത്രികളൊക്കെ പണിത ആ ആശുപത്രി പണിത് കൂട്ടുന്ന സോഴ്സ്, ഇൻകത്തിന്റെ സോഴ്സ് എന്താന്ന് പോലും സർക്കാരുകൾ ഇടപെടലില്ല. കാരണം 4 വോട്ട് പോകും എന്നുള്ള രീതിയിൽ അവർ ഭയപ്പെടുകയാണ് യഥാർത്ഥത്തിൽ. സഭകളെ എന്ത് ഇത് ചെയ്താലും അതേപോലെ തന്നെ മറ്റു മതസംഘടനകൾ എന്ത് ചെയ്താലും അതിനൊന്നും അന്വേഷണം നടത്താൻ തയ്യാറാവുന്നില്ല. കാരണം ഒരു ഭയം, മനസ്സിലായി, ജനാധിപത്യത്തിൽ ഭയം പാടില്ല. കൃത്യമായിട്ട് നിലപാട് സ്വീകരിക്കുക എന്നുള്ളതാണ്. ഇവരൊക്കെ തന്നെ സാമ്പത്തിക സോഴ്സ് എവിടെ നിന്നാന്ന് ആലോചിക്കണം. 10, 16, 20 നില കെട്ടിടങ്ങൾ വെച്ച് പണിത് കൂട്ടുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. പള്ളി ആയിക്കോട്ടെ, അമ്പലം ആയിക്കോട്ടെ, വലിയ വലിയ സ്ഥാപനങ്ങൾ ഇതാണ് പണിത് കൂട്ടുന്നത്. സാമ്പത്തിക സോഴ്സ് നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞു ഇതൊക്കെ തന്നെ ഒരു ആതുര സേവനമായി മാറണം. പക്ഷെ ആതുര സേവനം ഇല്ല. നിർഭാഗ്യവശാലും നമ്മളെ കൊള്ളയടിക്കുകയാണ് യഥാർത്ഥത്തില്.
ഞാൻ ശിവദാസൻ നന്ദിയായിട്ട് വൺ സ്ട്രഗിൾ മീഡിയ. നിങ്ങൾ പരമാവധി പേര് ലൈക്ക് അടിക്കുകയും പണിയെടുക്കുന്നവർക്ക് കൂലി കൊടുക്കുന്ന ഒരു സംവിധാനവും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. പ്രതികരിക്കുക എന്നുള്ളത് തന്നെയാണ് അത്യാവശ്യം, പ്രതിഷേധിക്കുക എന്നുള്ളതാണ്. അതിനെ തന്നെ സഭകളോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ യോഗങ്ങൾ കൂടി അത് വളരെയധികം മോശമായിട്ട് ചിത്രീകരിക്കുന്ന ഒരു അവസ്ഥ യഥാർത്ഥത്തിൽ നല്ല 30,000 രൂപ കൊടുത്തിട്ട് എന്താ കാര്യം? അല്ല 40,000 രൂപ വരെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും കിട്ടാൻ പോണത്? ഒരു ഉപയോഗം അവർക്ക് വരില്ല. കാരണം 50,000 രൂപയിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ ടെക്നിക്കലായിട്ട് പഠിച്ച കുട്ടികൾക്കൊക്കെ തന്നെ കൊടുക്കണം എന്നുള്ള നിർദ്ദേശം തന്നെയാണല്ലോ. ഓക്കെ, താങ്ക് യു.